അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ പുതിയ വീഡിയോ മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന ഒരു ദൃശ്യമാണ്. KSRTC ബസ്സിലാണ് യാത്ര ചെയ്തത് കോഴിക്കോട്ടേക്ക്. കോഴിക്കോട് പോകുമ്പോൾ കാണുന്ന കായലാണ്. വളരെ വെള്ളമെല്ലാം നിറഞ്ഞ് മഴയ്ക്ക് കുറവായതുകൊണ്ട് വളരെ തെളിഞ്ഞ വെള്ളമാണ്. അങ്ങനെ കോഴിക്കോട് ടൗണിലെത്തി. ബസ്സിൽ നിന്ന് കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ കോഴിക്കോട് ടൗണിൽ KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടെ നിന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് പോവുകയാണ്. ഓട്ടോ പിടിച്ചാണ് പോയത്. കോഴിക്കോട് ബീച്ചിലേക്ക് 40 രൂപയാണ് അദ്ദേഹം ഇതിൻ്റെ ചാർജ് പറഞ്ഞത്. ഏകദേശം ഒരു 3:30 ഈ വരുന്ന സമയമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സ്കൂൾ ഇടാത്തത് കൊണ്ട് റോഡ് വലിയൊരു റഷില്ല. ജംഗ്ഷനുകളിൽ മാത്രമാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം കോഴിക്കോട് ബീച്ചിനടുത്തെത്താനായി. ഒരു 100 മീറ്ററും കൂടിയേ ഉണ്ടാവും. അവിടേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് റോഡിൻ്റെ ഓപ്പോസിറ്റ് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ കണ്ടു. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. അങ്ങനെ കോഴിക്കോട് ബീച്ചിന് അടുത്തെത്തി. ഓട്ടോ അതിൻ്റെ സൈഡിൽ അപ്പുറത്തെ സൈഡിലേക്ക് തന്നെ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ കുട്ടികളൊക്കെ കാണിച്ചു ഞങ്ങളവിടെ ഇറങ്ങി. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് ഓട്ടോയിൽ തന്നെ ക്രോസ് ചെയ്ത് ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഓട്ടോ. വലിയ തിരക്കില്ലെങ്കിലും എന്നാലും ആളുകളൊക്കെ ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട്. വലിയ ചൂടില്ല, എന്നിരുന്നാലും കുഴപ്പമില്ല. കുറേ കടകളുണ്ട് ഉണ്ടെങ്കിലും എന്നാലും പെരും ചൂട് ഫീൽ ചെയ്തില്ല. കളി സാധനങ്ങളും അതുപോലെ തന്നെ സമയം ചായയും കടിയും കനത്ത ചൂട് സ്നാക്സ് ഒക്കെയുള്ള ഇവിടെയൊക്കെ ഒരുപാട് കടകളുണ്ട് കുട്ടികൾക്ക്. അതുപോലെ തന്നെ നാടൻ കളിപ്പാട്ടങ്ങളായ അതുപോലെ തന്നെ പുറത്തൊക്കെ ചായ അങ്ങനെയുള്ള നിങ്ങളൊക്കെ സാധാരണ അറിയുന്ന പോലെയുള്ള കടകളൊക്കെ വളരെ സജീവമായിട്ട് എല്ലാം ഓപ്പണാണ്. അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ തന്നെ എല്ലാ ബീച്ചുകളിലും തന്നെ പ്രസക്തമായ പോലെ കോഴിക്കോട് ബീച്ചിൽ ചുരൻ്റെ ഐസ് വളരെ പ്രസക്തമാണ്. അങ്ങനെ കുറച്ചൊക്കെ ബീച്ചിന് സൈഡിലൂടെയൊക്കെ നടന്ന് നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നല്ല തണലുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അങ്ങനെ ബീച്ചിലേക്ക് നോക്കി ഇരുന്നു. അടുത്തൊക്കെ കച്ചവടക്കാരുണ്ട്. കുട്ടികൾക്ക് വേണ്ട കളിക്കോപ്പുകളും അതുപോലെ തന്നെ പല ചാരിറ്റി പിരിവിൻ്റെ ആളുകളെയും ഒക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറച്ച് താഴോട്ട് ഇറങ്ങി ബീച്ചിൻ്റെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി താഴേക്ക് ഇറങ്ങി. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഒരു ചെറിയൊരു തോണിയാണ്, ബോട്ട് എന്നൊക്കെ പറയാം. അത് മുഴുവൻ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. 2 സൈഡും ശരിക്കും ഒരു തോണി പോലെ ഡിസൈൻ ചെയ്ത് പെയിൻ്റെല്ലാം അടിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് മോതിരാണ്. പല വിധത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെയും സ്റ്റീലിൻ്റെയും സ്റ്റോണുള്ളതും ഇല്ലാത്തതൊക്കെ ആയിട്ടുള്ള ഒരു റിങ് കച്ചവടക്കാരനാണ്. ഇതുപോലത്തെ കളർ കളിക്കോപ്പുകളും ഇതുപോലത്തെ കളിക്കോപ്പുകൾ ഒരുപാട് കച്ചവടക്കാർ അവിടെ ബിസിനസ് സെയിൽ ചെയ്യുന്നുണ്ട്. വളരെ കുട്ടികൾക്ക് ആകർഷകമായ നാടൻ കളിപ്പാട്ടങ്ങളാണ്.
ഇത്രയും വീഡിയോസാണ് ഞങ്ങൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് എടുത്ത വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് ഒരു 4:30 4:45 ആയപ്പോൾ തന്നെ ഞങ്ങൾ പോകുന്നു. ലുലു മാളിൽ പോകാനുള്ളത് കൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.